ഹായ് ഗീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം യെശയ്യാ 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ തമ്പുരാൻ നമുക്കിന്ന് തരുന്ന വാഗ്ദാനമാണിത്. സ്നേഹമുള്ളവരെ, ദൈവം വാഗ്ദാനങ്ങളിൽ എപ്പോഴും വിശ്വസ്തനാണ്. പ്രായമേറിയിട്ടും അബ്രാഹത്തെ തൻ്റെ വാഗ്ദാനം നിറവേറ്റി വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റിയവനാണവൻ. ബൈബിളിലുടനീളം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാം പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് വിചാരിക്കുമ്പോഴും വിജയമായി കൂടെ നിൽക്കുന്നവനാണ് ദൈവം. നമ്മുടെ കോട്ടങ്ങളിൽ നേട്ടങ്ങളായും നമ്മുടെ കുറവുകളിൽ നിറവുകളായും നമ്മോടൊപ്പം നിൽക്കുന്നവൻ. നമ്മുടെ ഓരോ താഴ്ചകളിലും വീഴ്ചകളിലും ഉയർച്ചയായി നമ്മെ കൈപിടിച്ച് താങ്ങി നിർത്തുന്നവൻ. എല്ലാം തമ്പുരാൻ്റെ ദയ മാത്രം. സ്നേഹമുള്ളവരെ, ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുന്നുണ്ട്. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സാക്ഷികളായി മാറുക എന്ന്. എന്നാൽ കൃത്യമായും ഇന്നെനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷത്തിന് സാക്ഷികളായി മാറുന്നതെന്ന്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ലോകത്തിൽ എവിടെ ഇരിക്കുന്നവർക്കും കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ ഉൾക്കാഴ്ച നമുക്ക് ഉൾബോധ്യങ്ങൾ കുറവുള്ളപ്പോൾ മനസ്സിലാകില്ല. എന്നാൽ നമുക്ക് ബോധ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് വചനത്തിൻ്റെ ആഴം മനസ്സിലാവുക. ഇത് പറയുമ്പോൾ ഇന്നലത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. എൽസിയുടെ വചന പ്രഘോഷണം ഞാൻ ഇന്നും കേൾക്കാറുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ അവർക്കും ഒരു ആഗ്രഹം ഇതേപോലെ വചനം പ്രഘോഷണം ചെയ്യണമെന്ന്. സ്നേഹമുള്ളവർ, ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളാണത്. കാരണം നമ്മൾ പറയുന്ന ദൈവവചനം ഒരു വ്യക്തിയെങ്കിലും സ്വാധീനിച്ചെങ്കിൽ എൻ്റെ ജീവിതം സാർത്ഥകമായി. ഒരുപാട് സന്തോഷം തോന്നിയ ദിവസം ആയിരുന്നു ഇന്നലെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലളിതമായ രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ദൈവം വില നൽകുക തന്നെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കി. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോടൊപ്പമായി നമുക്ക് പ്രവർത്തിക്കാം. അപ്പോഴാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള പ്ലാനും പദ്ധതികളും പൂർത്തിയാവുക. യെശയ്യാ പ്രവാചകൻ്റെ 54-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചേക്കാം, എന്നാൽ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ജീവിതത്തിൽ ചില നിമിഷങ്ങളെങ്കിലും ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടായേക്കാം. എന്നാൽ അടുത്ത നിമിഷം തന്നെ ദൈവം നമ്മെ തിരിച്ചു വിളിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. ജീവിതത്തിലുടനീളം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണിത്. പലപ്പോഴും നാം തളർന്നു പോകുമ്പോൾ നാം സംശയിച്ചു പോകും, ദൈവമേ നീ എന്നെ കൈവിട്ടോ, ഉപേക്ഷിച്ചു എന്ന്. എന്നാൽ അധികം താമസിയാതെ തന്നെ നമ്മുടെ കൈ പിടിച്ചുയർത്തുന്ന ഒരു തമ്പുരാനെ അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഹൃദയം പരിശുദ്ധമാക്കി വെക്കുക. പരിശുദ്ധമായ ഹൃദയങ്ങളിലേക്ക് തമ്പുരാൻ എഴുന്നള്ളി വരിക തന്നെ ചെയ്യും. തമ്പുരാൻ്റെ പദ്ധതികളും പ്ലാനുകളും നമ്മളിലൂടെ പൂർത്തിയാക്കുകയും ചെയ്യും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കാം. ഇത്ര വളരെ മനോഹരമായ ജീവിതം തന്ന തമ്പുരാനോട് നമുക്കെന്നും കരുണയുള്ളവരായിരിക്കാം, വിശ്വസ്തരായിരിക്കാം. ഇന്നത്തെ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ എൽസി ജോസ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.